ലോകത്ത് ഏറ്റവുമധികം ആളുകളെ ബാധിക്കുന്ന നേത്രരോഗമാണ് വെള്ളെഴുത്ത്. കണ്ണടകൾ ഉപയോഗിക്കുക എന്നതാണ് പലരും ഇതിന് പ്രതിവിധിയായി കാണുന്നത്. ഇപ്പോഴിതാ വെള്ളെഴുത്ത് രോഗം ബാധിച്ചവർക്ക് സന്തോഷം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. വെള്ളെഴുത്ത് ബാധിച്ചവർക്ക് കണ്ണട ഒഴിവാക്കാനുള്ള തുള്ളിമരുന്ന് ഉടൻ വിപണിയിലെത്തും. മുംബൈ ആസ്ഥാനമായുള്ള എൻഡോഡ് ഫാർമസ്യൂട്ടിക്കൽസ് വികസിപ്പിച്ച പ്രസ്വു എന്ന തുള്ളിമരുന്ന് ഉപയോഗിച്ചാൽ കണ്ണടയുടെ ഉപയോഗം ഒഴിവാക്കാമത്രേ. അടുത്ത മാസം മുതൽ ഈ മരുന്ന് വിപണിയിലെത്തും. ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു മരുന്ന് വിതരണത്തിനെത്തുന്നത്. 350 രൂപയാണ് തുള്ളിമരുന്നിൻ്റെ വില. ഡോക്ടറുടെ കുറിപ്പടിയുണ്ടെങ്കിൽ മാത്രമേ ലഭിക്കൂ എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. സബ്ജക്റ്റ് എക്സ്പെർട്ട് കമ്മിറ്റി മരുന്ന് പരിശോധിച്ച് അംഗീകാരത്തിന് ശുപാർശ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നിവയുടെ അംഗീകാരവും മരുന്നിന് ലഭിച്ചിരിക്കുകയാണ്. ഇതോടെയാണ് മരുന്നിൻ്റെ വിപണനത്തിന് വഴിതെളിഞ്ഞത്. 40 വയസ്സിൽ തുടങ്ങി 60കളുടെ അവസാനം വരെ വായനയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. കൃഷ്ണമണികളുടെ വലുപ്പം ചുരുക്കാൻ സഹായിച്ച് ഈ പ്രശ്നം പരിഹരിക്കുകയാണ് പ്രസ്വു ചെയ്യുന്നതെന്ന് എൻഡോഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ CEO നിഖിൽ കെ മസൂർക്കർ പറഞ്ഞു. ഒരു തുള്ളി ഒഴിച്ചാൽ 15 മിനിറ്റിനുള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങും. അടുത്ത 6 മണിക്കൂർ തെളിഞ്ഞ കാഴ്ച ലഭിക്കും. 3 മുതൽ 6 മണിക്കൂറിനുള്ളിൽ രണ്ടാമതൊരു തുള്ളി കൂടി ഒഴിച്ചാൽ കൂടുതൽ സമയം മികച്ച കാഴ്ച ലഭിക്കും. ഇതോടെ കണ്ണട ഉപയോഗം ഒഴിവാക്കാമെന്ന് മസൂർക്കർ പറയുന്നു. 40 മുതൽ 55 വയസ്സുവരെ പ്രായമുള്ളവരെ ലക്ഷ്യമിട്ടാണ് മരുന്നിൻ്റെ വിപണനം. മറ്റു രാജ്യങ്ങളിൽ സമാനമായ മരുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇതാദ്യമെന്ന് മസൂർക്കർ പറയുന്നു. ഇന്ത്യൻ സാഹചര്യങ്ങളും ഇവിടുത്തെ ശാരീരിക സവിശേഷതകളും കണക്കിലെടുത്താണ് മരുന്ന് വികസിപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ 274 പേരിലാണ് മരുന്ന് പരീക്ഷിച്ചത്. മെച്ചപ്പെട്ട ഫലമാണ് കിട്ടിയതെന്ന് കമ്പനി ചൂണ്ടിക്കാട്ടുന്നു. ഇവരിൽ 80%നും പാർശ്വഫലങ്ങളുണ്ടായില്ല. മറ്റുള്ളവർക്ക് ചെറിയ തോതിലുള്ള അസ്വാസ്ഥ്യങ്ങളും കണ്ണിന് ചുവപ്പും അനുഭവപ്പെട്ടിരുന്നു. ചിലർക്ക് കാഴ്ചയിൽ മങ്ങലും തലവേദനയുമുണ്ടായി. എന്നാൽ ഇവയെല്ലാം താൽക്കാലികമായിരുന്നു. മരുന്നുമായി പരിചയിച്ചതോടെ ഈ പ്രശ്നങ്ങൾ അവസാനിച്ചു. ഒരാൾ പോലും പരീക്ഷണം പാതിവഴിയിൽ നിർത്തിയില്ലെന്നും കമ്പനി കൂട്ടിച്ചേർത്തു.